പിക്ചേഴ്സ് അവതരിപ്പിക്കുന്നു കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് നമ്മുടെ ന്യൂജേഴ്സി അമ്മച്ചിയുടെ 90th ബർത്ത്ഡേ സെലിബ്രേഷന് പോയാലോ? പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്താം. 50 വർഷങ്ങൾക്ക് മുമ്പ് മക്കളോടൊപ്പം അമേരിക്കയിലേക്ക് പോരുമ്പോൾ അപ്രേം സെമിനാരിയിൽ പോയി ക്ലീമീസ് തിരുമേനിയെ കണ്ട് കൈമുത്തി പോന്ന കാര്യം അഭിമാനത്തോടെ അമ്മച്ചി എല്ലാവരോടും പറയും. അമ്മച്ചിയുടെ ഹോം നേഴ്സ് ഒരു മലയാളി പെൺകുട്ടിയാണ്. അവളോട് സംസാരിച്ചിരിക്കുന്നതാണ് അമ്മച്ചിയുടെ ആരോഗ്യ രഹസ്യം. സമുദായ വിഷയമാണ് ഇഷ്ട ടോപ്പിക്. ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി. അമ്മച്ചിയെ കാണാൻ ഇന്ന് ആരൊക്കെയാ വരുന്നത്? എൻ്റെ മക്കളും അനുജത്തിയും എൻ്റെ കൂട്ടുകാരിയും എല്ലാം കുടുംബസമേതം വരും. അവരെല്ലാം അമേരിക്കയിൽ തന്നെ പലയിടത്തായി താമസിക്കുന്നു. പിന്നെ എൻ്റെ കുഞ്ഞാങ്ങളെയും 2 കൂട്ടുകാരും നാട്ടിൽ നിന്നും വരുന്നുണ്ട്. അമ്മച്ചി പറയാറുണ്ടല്ലോ, നിങ്ങളെല്ലാം മദർ മേരിയുടെയും ജീസസിൻ്റെയും രക്തബന്ധമുള്ള ജൂയിഷ് ക്രിസ്ത്യൻസ് ആണെന്നും നിങ്ങളുടെ പൂർവികർ കേരളത്തിലെത്തിയത് AD 345 രാജകീയ വംശക്കാരായതിനാൽ 72 പദവികളും കരമൊഴിയായി ഭൂമിയും നൽകിയാണ് അന്നത്തെ രാജാവ് അവരെ സ്വീകരിച്ചത്. ഇന്ന് ലോകത്തെല്ലായിടത്തും ജ്ഞാനായക്കാർ അധിവസിക്കുന്നു. എൻഡോഗമിയെ പറ്റി പറഞ്ഞത് ബൈബിളിൽ നിന്നും ഗൂഗിൾ ചെയ്ത് നീ മനസ്സിലാക്കിയോ? അതെ അമ്മച്ചി. ഏലിയാസറിന്റെ പുത്രനായ ഫിനഹാസ്, എസ്രാ പുരോഹിതൻ ഇവരെയൊക്കെ പറ്റിയും അവർ അന്നേ എൻഡോഗമി പാലിച്ചിരുന്നതിനെ പറ്റിയും മനസ്സിലാക്കി. പഴയ നിയമത്തിലെ ഇസഹാക്ക്, യാക്കോബ് ഒക്കെ സ്വന്തം ഗോത്രത്തിൽ നിന്നാണ് ഭാര്യമാരെ സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ പാലിച്ചിരുന്ന എൻഡോഗമി പാരമ്പര്യം ഞങ്ങളും തുടരുന്നു. അമ്മച്ചിയുടെ നെയ്ബർ ആൻഡ് ഡിയർ ഫ്രണ്ട് എത്തിയല്ലോ. ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച ആത്മസഖികൾ. നമ്മൾക്ക് 90 വയസ്സാവുകയാണ്. നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പോയതൊക്കെ ഇന്നലെ നടന്നതുപോലെ എനിക്ക് തോന്നുന്നു. പള്ളിയിൽ പോകുന്നത് നമ്മൾ ഒന്നിച്ചായിരുന്നല്ലോ. അന്നൊരു ദിവസം ക്ലാസ് മീറ്റിങ്ങിന് നീ ഒരു കവിത ചൊല്ലിയത് എല്ലാവരും അഭിനന്ദിച്ചിരുന്നല്ലോ. അതൊന്ന് ചൊല്ലാൻ മതി. ഇപ്പോൾ ഇത്തിരി പണ്ട് പാടിയതല്ലേ, എല്ലാം ഓർക്കുന്നില്ല. 4 പേര് പാടും. ഹേരോദ്യ എന്നൊരു സ്ത്രീയെ കെട്ടിയവൻ ഫിലിപ്പോസ്, അവനെ വേർവിട്ടവളും പോയി, അവളെ വേർവിട്ടവനും പോയി. ആ നാടു വാഴും വേന്തൻ, അവനുടെ പേര് ഹെരോദേസ്. അവനോട് അവളൊരു ജഡമായി പാർത്തു. അതു കേട്ടു മാർ യോഹന്നാൻ, അറിയിച്ചത് നീ ചെയ്യരുതെന്നേ. ആ മൊഴി കേട്ട് ഹെരോദ്യായും സങ്കടമായി അവനോടോതി, കൊല്ലിക്കണം ഇവനെ എന്ന് രാജാവോടവളു പറഞ്ഞു. അമ്മച്ചിയുടെ സീമന്തപുത്രനും ഭാര്യയും എത്തിയല്ലോ. തന്റെ ബാല്യത്തിലെ പിതാവ് മരിച്ചു പോയതിനാൽ അന്നേ കുടുംബ സംരക്ഷണ ചുമതല ഏറ്റെടുത്തു. Happy birthday to you. Happy birthday to you. Happy birthday dear Ammachi. Happy birthday to you. കുഞ്ഞിലെ മുതൽ
മുതലേ നീ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. അതൊക്കെ ഇരിക്കട്ടെ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അമ്മ കൊച്ചുമോനെ പ്രസവിക്കാൻ നേരം പ്രസവവേദന കൊണ്ട് വിഷമിക്കുന്നതുകൊണ്ട് രാത്രി ചൂട്ടുകറ്റയും കത്തിച്ച് ഓടിപ്പോയി വയറ്റാട്ടെ വിളിച്ചുകൊണ്ട് വന്നത്. അന്ന് എനിക്ക് 13 വയസ്സ്. അതൊക്കെ എങ്ങനെ മറക്കും? ആരാധനഗീതമാണേലും നല്ല പിച്ചും സംഗതിയും ഒക്കെ ഇട്ട് പാടുന്ന മോള് ഇതാ ഹസ്ബൻഡുമായി എത്തിയല്ലോ. ബാവാക്യം പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അമ്മേ, നമ്മുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് എല്ലാവരും കൂടി പാട്ടൊക്കെ പാടി വേദപുസ്തകം വായിച്ച് സന്ധ്യാപ്രാർത്ഥന മുഴുവനും ചൊല്ലുമായിരുന്നല്ലോ. പുരാതന പാട്ടും അമ്മച്ചി ഞങ്ങളെ പഠിപ്പിച്ചില്ലേ? എടി, നീ ഒരു പാട്ട് പാടിക്കും. ഞാൻ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം ഇപ്പോൾ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. അമ്മയ്ക്ക് അവിടെ പാട്ട് മാത്രം കേട്ടാൽ മതിയോ? ഞാനും കൂടെ ഒരു പാട്ട് പാടട്ടെ. ഭാര്യ വീട്ടിൽ പോകും ഞാൻ, എൻ്റെ ഭാര്യ വീട്ടിൽ പോകും ഞാൻ. ഭാര്യ വീട്ടിൽ ചെന്നു മക്കളുമൊത്തു ഞാനമ്മേ വാഴ്ത്തിയിടുമേ. ഭാര്യ വീട്ടിൽ ചെന്നു മക്കളുമൊത്തു ഞാനമ്മേ വാഴ്ത്തിയിടുമേ. അമ്മച്ചിയുടെ രണ്ടാമത്തെ മോനും ഭാര്യയും എത്തിയല്ലോ. ഈ മരുമകൾ താൻ ഒരു നർത്തകിയായി പേരെടുക്കാൻ പറ്റാത്ത ദുഃഖത്തിലാണ്. എൻ്റെ അമ്മ എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ എത്ര നേരം ഒരുങ്ങിയാലും ഇവൾക്ക് മതിയാകത്തില്ല. ഐശ്വര്യറായേക്കാൾ സുന്ദരിയാണെന്നാണ് ഇവളുടെ വിചാരം. അമ്മച്ചിയുടെ രണ്ടാമത്തെ മകളും ഹസ്ബൻഡും എത്തിയല്ലോ. പാചകകലയിൽ തന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല എന്ന വീമ്പിളക്കലാണ് എല്ലാവരും. ഹാപ്പി ബർത്ത്ഡേ അമ്മേ. അമ്മ അങ്ങ് ക്ഷീണിച്ചു പോകല്ലോ, എത്ര നാളായി കണ്ടിട്ട്. അമ്മ അറിഞ്ഞോ, ഈ പ്രാവശ്യത്തെ കുക്കറി ഷോയ്ക്കും എനിക്കാ ഫസ്റ്റ്. അത് യൂട്യൂബിൽ ഭയങ്കര വൈറലായിപ്പോൾ. അമ്മ അത് കണ്ടോ? എത്ര പേരാണ് റെസിപ്പി ചോദിച്ച് വിളിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി. അമ്മച്ചിയുടെ മോടെ കുക്കിംഗ് യൂട്യൂബിലല്ല വൈറൽ, പാചകം ചെയ്ത് പെട്ടുപോയവരുടെ വയറ്റിലാണ് വൈറൽ. പിന്നെ അവരുടെ സഭ്യമായ തെറുപൊളി വരുന്നത് എൻ്റെ ഫോണിൽ. അമ്മച്ചിക്ക് ഈ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി പാക്ക് ചെയ്തതാണ്. ഞാനത് വിദഗ്ധമായി മുക്കി. അല്ലായിരുന്നെങ്കിൽ ഈ ആഘോഷം ഹോസ്പിറ്റലായേ. ഓ, അങ്ങനാണോ? അമ്മച്ചിയുടെ ഇളയ മകനും ഭാര്യയും എത്തിയല്ലോ. വക്കീൽ ഭാഗം പഠിക്കാൻ വിട്ടതാണ് മകനെ. എന്നാൽ ബൈക്കുമെടുത്ത് കറങ്ങി നടന്ന കാലത്ത്. എന്നാൽ ഇപ്പോൾ ജ്ഞാനായ സമുദായത്തെ പറ്റിയുള്ള ഏത് ലോ പോയിന്റും അറിയാം. വാദമുഖങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ എഴുതും. വൊക്കാബുലറി കണ്ടിട്ട് ആള് ശശി തരൂരിന് പഠിക്കുവാണോ എന്ന് ചിലർ കമന്റ് അടിക്കുന്നുമുണ്ട്. എന്താടാ നിങ്ങൾ വേഗം വരാമെന്ന് പറഞ്ഞ് പോയിട്ട് താമസിച്ചത്? ഫയലൊക്കെ പിടിച്ചോണ്ട് പോകുന്നത് കണ്ടല്ലോ. പള്ളി കമ്മിറ്റി മീറ്റിംഗ് ആയിരുന്നു.
മീറ്റിംഗ് നീണ്ടുപോയി. ഞാൻ നിയമവശങ്ങളൊക്കെ അവരെ വിശദീകരിക്കുകയായിരുന്നു. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. അമ്മയെ അങ്ങ് ക്ഷമിക്കേ. നിങ്ങളെല്ലാവരും ഇപ്പോൾ സമുദായ വിഷയങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്ത് കാണുമെന്ന് കരുതുന്നു. നമ്മുടെ തന്നെ ചില ആൾക്കാർ ഈ സമുദായ മിത്ര പോലത്തെ സമുദായത്തെ താഴ്ത്തിക്കെട്ടി പറയുകയും ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂടും, എന്നിട്ട് സത്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ അടിച്ചിറക്കുകയാണ്. പ്രത്യേകിച്ച് സമുദായ മിത്ര പോലത്തെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും സമുദായ നേതൃത്വത്തെക്കുറിച്ചും ചുമ്മാതെ ഈ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാണ് അവർ കെട്ടിച്ചമയ്ക്കുന്നത്. മറ്റ് സമുദായത്തിലെ പള്ളികളിൽ പോയിട്ട് അവിടെ ചെന്ന് നമ്മുടെ സമുദായത്തെ സമുദായ മിത്ര പോലത്തെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുക. എന്താണോ ഇവർക്ക് ഇതിൽ നിന്ന് നേടാനുള്ളത്? ഇവരെല്ലാവരും കൂടെ അവർക്കൊരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് അധികാരവും മറ്റു വിഷയത്തിനു വേണ്ടിയുള്ള ഓട്ടമാണ്. അതിനുവേണ്ടി എന്ത് വില വേണമെങ്കിലും കൊടുക്കും. ദൈവം അവരോട് ക്ഷമിക്കട്ടെ, എന്നാൽ ആരും അവരുടെ ദുരുപദേശങ്ങളിൽ പോകാതിരിക്കട്ടെ. മോളെ, നീ എന്താടി ഒന്നും മിണ്ടാതിരിക്കുന്നത്? അമ്മേ, ഈ വിഗ്രഹവാദികളുടെ വാദങ്ങളൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെതിരെ പ്രതികരിക്കുന്നുമല്ല. ഇവരുടെ തെറ്റായ പഠിപ്പിക്കലുകളിൽ പെട്ടുപോകാതെ ശരി എന്താണെന്ന് മക്കൾക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. കുഞ്ഞനിയത്തിയും മകളും എത്തിയല്ലോ. കിട്ടുന്ന പാട്ടിനൊക്കെ ഡാൻസ് ചിട്ടപ്പെടുത്തി കളയും ഈ കുഞ്ഞമ്മച്ചി. മകളാണെങ്കിൽ റീൽസ് ഇടലാണ് പ്രധാന പണി. ലൈക്സും ഷെയറും എണ്ണിയിരിപ്പാണ് എപ്പോഴും. ഹാപ്പി ബർത്ത്ഡേ അമ്മച്ചി. ഹാപ്പി ബർത്ത്ഡേ കൊച്ചമ്മേ. അമ്മച്ചി, നമ്മുടെ എബിമോന്റെ കല്യാണത്തിന്റെ തലേദിവസം രാത്രിയിലത്തെ പ്രോഗ്രാമിന് നമ്മൾ ലേഡീസ് എല്ലാം കൂടി ഒരു ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അതിന്റെ കുറച്ച് സ്റ്റെപ്സ് ഞാനും അമ്മയും കൂടെ അമ്മച്ചി ചെയ്ത് കാണിക്കട്ടെ? ഒന്ന് ചെയ്തേ പിള്ളാരെ, ഒന്ന് കാണട്ടെ. നീ പണ്ട് ചെയ്ത ഡാൻസ് ഒന്നും മറന്നിട്ടില്ലല്ലോ, ഒന്നും വിട്ടുകളയണ്ട. നാട്ടിൽ നിന്ന് കുഞ്ഞാങ്ങളെയും കൂട്ടുകാരും എത്തിയല്ലോ. പള്ളിപ്രമാണികളായ മൂവരും എപ്പോഴും ഒരുമിച്ചാണ് നടക്കുക. സ്ഥിരം പള്ളി കമ്മിറ്റി മെമ്പേഴ്സാകും മൂവരും. എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിലും ജയിച്ചു വരുന്ന പാർട്ടിയുടെ കൂടെ. പോലെ വാഗ്ദാനങ്ങൾ നൽകി മായാജാലം കാട്ടുന്നവരാണെന്നും ചെയ്തത്. ചേച്ചിയമ്മേ, സുഖമായിരിക്കുന്നു? നിങ്ങൾ 3 പേരും ഒന്നിച്ചാണല്ലോ. അവർ സമുദായത്തിന് വാരപണിയുന്നവരല്ല കേട്ടോ. എന്തൊക്കെയുണ്ട് സമുദായ വിശേഷങ്ങൾ? കഴിവുറ്റ സമുദായ നേതൃത്വവും സമുദായ സംരക്ഷണത്തിന് ഏതറ്റം വരെ പോകാൻ തയ്യാറുള്ള മഹൽ വ്യക്തികളും നമുക്കുള്ളതാണ് നമ്മുടെ വിജയം. സമുദായ വിരുദ്ധർ ജനങ്ങളെ പാട്ടിലാക്കാൻ ഓരോ തന്ത്രവുമായി ഇറങ്ങുന്നു. അതെല്ലാം അവർക്ക് തന്നെ തിരിച്ചടികളായി. അവർ സ്ത്രീകളെ ഇറക്കുന്നു ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാൻ. ഐഡന്റിറ്റി മറച്ചു വെച്ച് ആൾക്കാരെ തേജോവധം ചെയ്യിക്കുന്നതാണ്. പ്രബുദ്ധരായ യാഥാർത്ഥ്യ ജ്ഞാനായ സ്ത്രീരത്നങ്ങൾ നല്ല മറുപടി കൊടുത്തതോടുകൂടി അവരുടെ പൊയ്മുഖങ്ങൾ അഴിഞ്ഞു. വന്നല്ലോ ഇളയ മകളും ഹസ്ബൻഡും. ഈ മോളെ മഠത്തിൽ ചേർക്കണമെന്ന് ആഗ്രഹിച്ചതാണ് അമ്മച്ചി. 3 ഡിഗ്രി കഴിയട്ടെ എന്ന് കരുതിയിരുന്നു. ജ്ഞാനായ സ്ത്രീകളൊക്കെ അതീവ സുന്ദരികളാണ് എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. റോയൽ ബ്ലഡിൽപ്പെട്ട ബുദ്ധിമതികളായ കലകളിലെല്ലാം നൈപുണ്യമുള്ള ഒരു ജ്ഞാനായ പെണ്ണിനെ ഭാര്യയായി കിട്ടുന്ന ജ്ഞാനായ പുരുഷൻ ഭാഗ്യവാനല്ലേ?
അങ്ങനെ ഒരു ജ്ഞാനായ പര്യനെത്തി. കുടുംബത്തിലെല്ലാവർക്കും ആശ്വാസമായി, സന്തോഷമായി. ഓ, എത്ര നാളായി നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്? കാണാൻ കൊതിച്ചിരിക്കുമായിരുന്നു. അമ്മേ, അമ്മയുടെ ക്ഷീണം എല്ലാം മാറി ശരീരം എല്ലാം നന്നാകാനുള്ള ടോണിക്ക് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ സോഷ്യൽ സെക്യൂരിറ്റി ഇൻകം എല്ലാ മാസത്തെയും വന്നോ എന്ന് നോക്കിയോ? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കി ഞാൻ പറയട്ടെ. അമ്മ സൂക്ഷിച്ചോ. ഇവൾ പഴയ കാറിന്റെ സ്റ്റൈൽ പോരെന്നും പറഞ്ഞ് പുതിയ മോഡൽ കാർ വാങ്ങാനുള്ള പ്ലാനുമായാണ് വന്നിരിക്കുന്നത്. ദേ, അമ്മച്ചിയുടെ ഗ്രാൻഡ് ചിൽഡ്രനും ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രനും ഡാൻസും പാട്ടുമായി എത്തിയല്ലോ.
യേശു കർത്താവിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം മുട്ടുമടക്കുന്ന ദൈവത്തെ സ്വാംശീകരിച്ച യഹൂദ ക്രിസ്ത്യാനികളുടെ ശേഷിപ്പായ ഗ്രാനായക്കാർ എന്ന ഈ ചെറിയ ആട്ടിൻകൂട്ടത്തെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ തന്നോട് ചേർത്ത് കൊള്ളുന്നതിനായി യുഗായുഗങ്ങളായി സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്നും ആരും ഒരു കാരണവശാലും വിട്ടുപോകുവാൻ ഇടയാകാതിരിക്കട്ടെ. മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ദൈവം ഈ ലോകത്തിനു വേണ്ടി നിലനിർത്തിയിരിക്കുന്ന അവൻ്റെ മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്ന ഉദരമാണ് നമ്മൾ ജ്ഞാനായക്കാർ. മഹത്വം ഉദിക്കുമ്പോൾ ആ വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കിപത്രമായി നിലകൊള്ളുവാൻ നമ്മുടെ വരും തലമുറകൾക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ജ്ഞാനായക്കാർ, ഒരു സമുദായം, ഒരു മെത്രാപ്പൊലീത്ത, ഒരു ഭരണഘടന. കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. നായിക്കൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. പോരുമോ നാമെല്ലാം കനിമയിൽ അഭിമാനിച്ചിടാം.